മുഴുവൻ അധ്യാപകർക്കും അപമാനമാകും വിധമുള്ള പ്രവൃത്തികളാണ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ നടക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ക്യാമ്പസിൽ തന്റെ ഡീൻ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന പരാതിയുമായി ഗവേഷക വിദ്യാർത്ഥി രംഗത്ത് വരുന്നത്. PhD വിദ്യാർത്ഥി വിപിൻ വിജയൻ ആണ് വകുപ്പ് മേധാവി ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജാതി അധിക്ഷേപം നടത്തി എന്നായിരുന്നു വിപിന്റെ പരാതി. പുലയ സമുദായത്തിൽപ്പെട്ട തന്നോട് പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്നും പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചുവെന്നും ഡോക്ടർ CN വിജയകുമാരി നിരന്തരമായി പറഞ്ഞിരുന്നുവെന്നാണ് വിപിന്റെ ആരോപണം. ഇതുമാത്രമല്ല, പല കാര്യങ്ങൾ വിപിൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിപിൻ വിജയന്റെ പരാതിയിൽ CN വിജയകുമാരിക്കെതിരെ ഏതായാലും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസ് കോടതിയിലെത്തിയപ്പോൾ ഡോക്ടർ CN വിജയകുമാരിയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടയുകയും ചെയ്തു. ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിലും സർവകലാശാല ആസ്ഥാനത്തും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഡീൻ ഡോക്ടർ CN വിജയകുമാരിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് SFIയും ഇടത് സെനറ്റ് അംഗങ്ങളും പ്രതിഷേധിച്ചു. CN വിജയകുമാരിയെ ന്യായീകരിക്കാനെത്തിയ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി പരാമർശവും ഈ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചു. എന്താണ് കാര്യവട്ടം ക്യാമ്പസിൽ നടക്കുന്നത് എന്ന് തന്നെ വിശദമായി പരിശോധിക്കാം. സഫ്വാൻ VP തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അമൃത, കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ CN വിജയകുമാരിക്കെതിരെയുള്ള ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതിയെ തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതിഷേധത്തിനാണ് കേരള സർവകലാശാല ആസ്ഥാനം സാക്ഷിയായത്. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനെ അധ്യാപകരുടെയും ഗൈഡിന്റെയും മുന്നിൽ വെച്ച് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു, പ്രബന്ധം തടഞ്ഞുവെച്ചു, പിന്നാക്ക ജാതിയിലുള്ളവർ സംസ്കൃതം പഠിക്കേണ്ടെന്ന് പറഞ്ഞു, നിരന്തരമായി ജാതി വിവേചനം കാട്ടി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ വിപിൻ വിജയൻ പരാതിയായി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ തടയൽ നിയമപ്രകാരം തിരുവനന്തപുരത്തെ ശ്രീകാര്യം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് വിജയകുമാരി ഹൈക്കോടതിയിൽ സമീപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന സർവകലാശാല സെനറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ വിജയകുമാരി എത്തുന്നത്. തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്നും അക്കാദമിക് നിലവാരം ഉയർത്തിപ്പിടിച്ചതിനാണ് കേസെടുത്തതെന്നുമാണ് വിജയകുമാരിയുടെ വാദം. പ്രബന്ധത്തിന് മതിയായ ഗവേഷണ നിലവാരമില്ലാത്തതിനാലാണ് ഒപ്പിടാൻ വിസമ്മതിച്ചതെന്നും ഇവർ ആവർത്തിച്ചു പറയുന്നു. ഇന്ന് സെനറ്റ് യോഗത്തിൽ ജാതി അധിക്ഷേപ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ച ഇടത് അംഗങ്ങൾ വിജയകുമാരി യോഗത്തിൽ പങ്കെടുക്കുക കൂടി ചെയ്തതോടെ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുള്ള വലിയൊരു പ്രതിഷേധം ഉയർത്തി. 8:30 തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിന് തുടക്കമായെങ്കിലും അത് മുതൽ തന്നെ വലിയ പ്രതിഷേധത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം കലാശിച്ചത്. വിജയകുമാരിയെ സംരക്ഷിക്കുകയാണെങ്കിൽ VC മോഹനൻ കുന്നുമ്മലിനെതിരെയും പ്രതിഷേധമുണ്ടാകുമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തു. എന്നാൽ വിജയകുമാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് യോഗത്തിൽ BJP അംഗങ്ങൾ സ്വീകരിച്ചത്. VC മോഹനൻ കുന്നുമ്മൽ സംഘപുത്രനാണെന്നും അദ്ദേഹത്തെ തങ്ങൾ സംരക്ഷിക്കുമെന്ന് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്ന സ്ഥിതിവിശേഷം വരെ പിന്നീട് യോഗത്തിൽ നിന്നുണ്ടായി. സെനറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ മോശം പരാമർശം നടത്തി വിജയകുമാരിയെ ന്യായീകരിക്കുക കൂടി ചെയ്തതോടെയാണ് സർവകലാശാല ആസ്ഥാനം വലിയ പ്രതിഷേധത്തിന് സാക്ഷിയായത്. ദളിത് വ്യക്തിയാണ് വിജയകുമാരിയുടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വിളമ്പി നൽകുന്നത് എന്ന BJP സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറിന്റെ പ്രതിലോമകരമായ പരാമർശം മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തിട്ടും ന്യായീകരിക്കാനാണ് BJP അംഗങ്ങൾ മുതിർന്നത്. BJP അംഗത്തിന്റെ പരാമർശം തൽക്ഷണം തന്നെ SFI പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. പിന്നീട് സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു SFI. VC മോഹനൻ കുന്നുമ്മലിന്റെ വാഹനം തടയുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറുകയായിരുന്നു. എന്നാൽ നിരന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തി സർവകലാശാലയെ ഭരണസ്തംഭനത്തിന് വിട്ടുകൊടുക്കരുത് എന്ന നിലപാടാണ് UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. നവംബർ 1-ാം തീയതി നിശ്ചയിച്ചിരുന്ന സെനറ്റ് യോഗമാണ് നിയമസഭാ സമ്മേളനം കാരണം ഇന്നേക്ക് മാറ്റിവെച്ചിരുന്നത്. 4 മാസത്തിൽ ഒരിക്കൽ വിളിച്ചു ചേർക്കേണ്ട സെനറ്റ് യോഗം അത് കഴിഞ്ഞാണ് ചേരുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ അജണ്ടകളും പാസ്സാക്കിയെന്ന് അറിയിച്ചുകൊണ്ടാണ് ഇന്ന് വൈസ് ചാൻസലർ യോഗം അവസാനിപ്പിച്ചത്. ഈ വിവാദം കൊണ്ടൊക്കെ പശ്ചാത്തലത്തിൽ ഇനി നവംബർ 18-ന് വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അമൃത.
ഏതായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് SFI നിലപാടെടുത്തിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ വലിയ സംസ്കാര സമ്പന്നർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഡീനിന്റെ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗവേഷക വിദ്യാർത്ഥിക്ക് നേരെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നടപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം.